ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ തന്നെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, ഇതാണ് ഈ കോൺക്ലേവിൻ്റെ നമ്മുടെ തീം. നമ്മൾ കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഫസ്റ്റ് എഡിഷൻ നടത്തിയിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ കോൺഫറൻസ് ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് 8, 9, 10. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ തന്നെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് ജനറേറ്റീവ് ആ വ്യത്യാസം മനസ്സിലായല്ലോ. നമുക്ക് ടെക്സ്റ്റ് ആയാലും കണ്ടൻറ്റ് ആയാലും വീഡിയോ ആയാലും ഇങ്ങനെ ജനറേറ്റീവ് ആസ്പെക്ട്സ് വരുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് കവർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും അത് വിദ്യാഭ്യാസത്തിന് അതിൽ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിനകത്തുള്ള അവന്യൂസ് അത് എങ്ങനെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാം, അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെന്തൊക്കെ ഭീഷണികൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിൻ്റെ സാധ്യതകൾ എല്ലാവരും പ്രയോജനപ്പെടുത്തേണ്ടതുമാണ്. അപ്പോൾ അത് നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് തുറന്നു കാണിക്കുകയാണ്. ഇത്രയും അവന്യൂസ് ഉണ്ട്. അപ്പോൾ അതിലെ എക്സ്പെർട്ടുകളാണ് പങ്കെടുക്കുന്നത്. ഇപ്പോൾ IIT-കളിലെ അധ്യാപകരടക്കമുള്ള അല്ലെങ്കിൽ AI-യിലെ പ്രമുഖ കമ്പനികളിലെ AI ഹാൻഡിൽ ചെയ്യുന്ന ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ടീമുകളാണ് ഈ കോൺക്ലേവിനെ നയിക്കുന്നത്. അപ്പോൾ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്ക്, ഗവേഷകർക്ക് ഇവർക്കെല്ലാം തന്നെ 3 ദിവസം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ AI കഴിഞ്ഞ കുറച്ച് നാളുകളായി ലോകത്തുണ്ടാക്കിയിരിക്കുന്നു, എങ്ങനെയാണിത് മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെ ചാൻസുകൾ ഇനിയുണ്ട്, ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ രീതി, കേരളത്തിലെ വിദ്യാഭ്യാസം, അത് നമുക്ക് പരിഷ്കരിക്കാൻ അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഇതെല്ലാം ഈ 3 ദിവസത്തെ കോൺക്ലേവ് വിശദമായി ചർച്ച ചെയ്യും. നമ്മൾ ഇത്തവണത്തെ കോൺക്ലേവിനെ 2 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് പൂർണ്ണമായും ടെക്നിക്കൽ സെഷൻ, 2 ജനറൽ സെഷൻ. ടെക്നിക്കൽ സെഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ദിവസവും 8, 9, 10 3 ദിവസവും ഈ ടെക്നിക്കലായ വിവിധ വിഷയങ്ങളെ പറ്റിയുള്ള ചർച്ചകളും അതിൻ്റെ പ്രസൻറ്റേഷനുകളും വർക്ക്ഷോപ്പുകളും അടക്കമുള്ള കാര്യങ്ങൾ. ജനറൽ സെഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓരോ മേഖലയിലും ഉണ്ടാക്കുന്ന എന്തൊക്കെ പ്രത്യാഘാതങ്ങളുണ്ട്, ഉപയോഗങ്ങളുണ്ട്, ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ സെഷനുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഒന്നെന്ന് പറയുന്നത് നിയമവ്യവസ്ഥയിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ലോ ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അത് ജഡ്ജസും അഡ്വക്കേറ്റ്സും അടക്കമുള്ള ആൾക്കാരാണ് അതിനകത്ത് പങ്കെടുക്കുക. അതുപോലെ തന്നെ മീഡിയ, പത്രമാധ്യമ രംഗത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം എങ്ങനെ ഫലപ്രദമായി ചെയ്യാം, എന്തൊക്കെ അവന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഫാക്ട് ചെക്കിങ്, നമുക്ക് അറിയാവുന്ന പോലെ പല ഇഷ്ടംപോലെ ഫേക്ക് ന്യൂസുകളും വീഡിയോസും ഒക്കെ ഇറങ്ങുന്ന ഒരു കാലമാണ്. എന്തൊക്കെ ഫാക്ട് ചെക്കിങ് മെഷേഴ്സ് ഉണ്ട്, അതടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി വിശദമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലോ എൻഫോഴ്സ്മെൻറ്റ്. പോലീസിങ്ങിനകത്ത് എന്തുമാത്രം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാം, ലോകവ്യാപകമായി ക്രൈം ഡിറ്റക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ, പ്രഡിക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാം. അതുപോലെ നമുക്കറിയാവുന്ന ഒരു മേഖലയാണ് ആരോഗ്യരംഗം. നമുക്ക് ആരോഗ്യരംഗത്ത് ഇപ്പോൾ റോബോട്ടിക് സർജറി അടക്കം അല്ലെങ്കിൽ നമ്മുടെ സ്കാനിങ് അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ AI-യുടെ സഹായം ഇപ്പം തന്നെ വളരെ വിപുലമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ തന്നെ അതിനകത്തുള്ള അവന്യൂസ്, അത് എങ്ങനെ പുതിയ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാകും, ഇത് എന്തൊക്കെ രീതികൾ നമ്മൾ അവലംബിക്കണം, ഇതിനെപ്പറ്റിയുള്ള ഒരു സെഷനും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സെക്കൻഡറി, ഹയർ സെക്കൻഡറി, കോളേജ് എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഈ രംഗത്തെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പം തന്നെ കുട്ടികൾ വ്യാപകമായി ChatGPT അടക്കമുള്ള ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ഒരു ബെറ്റർ എഡ്യൂക്കേഷൻ നടത്താം, ഇവാലുവേഷൻ, ഈ ടൂളൊക്കെ ഉപയോഗിച്ച് പഠിക്കുന്ന കുട്ടികളെ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ടൂളുകളൊക്കെ തന്നെ വളരെ പാടുള്ള സബ്ജക്റ്റുകളൊക്കെ തന്നെ സിമ്പിളായി പഠിക്കാൻ തക്കത്ത രീതിയിലുള്ള നിരവധി പാക്കേജുകളും ടൂളുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം, നമ്മുടെ തിങ്ക് പ്രോസസ്സ് എങ്ങനെ ഈ ടെക്നോളജി വഴി നമുക്ക് കുറേ കൂടെ അഡ്വാൻസ്ഡ് ആക്കാം, കുറേ കൂടെ ഉപയോഗിച്ചെടുക്കാം, ഇതിനെപ്പറ്റി നമ്മളൊരു സെഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 7ാമത്തെ സെഷൻ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സിനിമയും.
എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പോൾ സിനിമാ രംഗത്താണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഹോളിവുഡിൽ സമരം വരെ നടന്നു. മനുഷ്യൻ എഴുതിയ കഥ തന്നെ ഉപയോഗിക്കണം, തിരക്കഥകളൊക്കെ തന്നെ കമ്പ്യൂട്ടർ ജനറേറ്റർ അല്ല AI ജനറേറ്ററിന് പോകരുത്, അല്ലാത്ത ഫെസിലിറ്റികൾ ഉപയോഗിക്കണം, അഭിനയിക്കാനായിട്ട് മനുഷ്യരെ തന്നെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു സമരവും കാര്യങ്ങളും നടത്തും. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ പ്രോപ്പറായ ഉപയോഗം എങ്ങനെ, ഏതൊക്കെ ഏരിയ വരെ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ ഏതൊക്കെ കാര്യങ്ങളിലേക്ക് നമുക്ക് ഉപയോഗം വർദ്ധിപ്പിക്കാം, ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സിനിമയും എന്നും പറഞ്ഞിട്ടൊരു സെഷനും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ടെക്നിക്കൽ മാത്രമല്ല, ഈ ടെക്നോളജി മനുഷ്യൻ്റെ അല്ലെ നമ്മുടെ സമൂഹത്തെ എവിടെയൊക്കെ ബാധിക്കുമോ അതുമെല്ലാം തന്നെ ഷോക്കേസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ കോൺക്ലേവ് ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ മനുഷ്യരാശിക്ക് ഉപയോഗം ഉണ്ടാകണം. അപ്പോൾ ആ ഉപയോഗം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനമാണ്, ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഞങ്ങളുടെ ഫോക്കസ് ഏരിയ വിദ്യാഭ്യാസത്തിൽ ഈ പുതിയ ടെക്നോളജി ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതുകൊണ്ടുള്ള ഗുണങ്ങൾ, അതെങ്ങനെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കാം, ഇതെങ്ങനെ മുഴുവൻ ജനങ്ങൾക്ക് ഉപയോഗിക്കാം, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഒരു സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ സാധാരണക്കാർ, അതുപോലുള്ള തൊഴിലാളികൾ, ജീവനക്കാരുടെ മക്കളാണ് കൂടുതലായും IHR കോളേജുകളിലും സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പം നമ്മുടെ ഒരു ഏരിയ എന്ന് പറയുന്നത്, നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് മുഴുവൻ ആൾക്കാർക്കും, മുഴുവൻ ജനങ്ങൾക്കും, അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് അടക്കം മുഴുവൻ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഈ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റും. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് കേരളത്തിൽ വെച്ച് തന്നെ ഈ ഒരു കോൺഫറൻസ് നടക്കുമ്പോൾ ടെക്നോളജി രംഗത്തെ മുഴുവൻ ആൾക്കാർക്കും, അപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആയാലും എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരായാലും വിദ്യാഭ്യാസ രംഗത്തുള്ള എല്ലാവർക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഫീൽഡ്, എന്തും ആയിക്കോട്ടെ, ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആർട്സ് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ടെക്നിക്കൽ ആകണമെന്നില്ല, എല്ലാ രംഗത്തും ഉള്ളവർക്കും വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ മാറ്റങ്ങൾ, പുതിയ ടെക്നോളജിയോട് താല്പര്യമുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോൺക്ലേവാണിത്, കോൺഫറൻസാണിത്. പിന്നെ ഈ ഗവേഷണ രംഗത്ത് പ്രത്യേകിച്ച് അവർക്കൊക്കെ തന്നെ ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ ഇത്രണ്ണം പങ്കെടുക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ പങ്കെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തുള്ള മുഴുവൻ ആൾക്കാർക്കും പ്രയോജനപ്പെടുത്താവുന്ന ഒരു കോൺക്ലേവാണിത്. അപ്പോൾ എല്ലാവരും ഈ കോൺക്ലേവ് പ്രയോജനപ്പെടുത്തണം. മുഴുവൻ ആൾക്കാരും, ഈ ടെക്നോളജി രംഗത്തുള്ളവർ മാത്രമല്ല, ഇതിന് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഈ അവസരം, സർക്കാർ ഒരുക്കുന്ന ഈ ഒരു അവസരം ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.